പണത്തിനുമേൽ പരുന്തും പറക്കില്ലെന്ന പഴമൊഴി നമ്മൾ കേട്ടിട്ടുണ്ട്. ഇവിടെ നമ്മുടെ കേരളത്തിൽ പണത്തിനുമേൽ മാത്രമല്ല സ്വാധീനത്തിനുമേലും പരുന്തുകൾ പറക്കാറില്ല. പറഞ്ഞു വരുന്നത് നടൻ സിദ്ദിഖിന് സുപ്രീം കോടതിയിൽ നിന്ന് മുൻകൂർ ജാമ്യം നേടിയതിൻ്റെ കഥയാണ്. പോലീസിൻ്റെ വിളിപ്പാടകലെ കൊച്ചിയിൽ 48 മണിക്കൂർ ഉണ്ടായിരുന്നിട്ടും പിടികൂടാതെ സുപ്രീം കോടതിയിൽ നിന്ന് മുൻകൂർ ജാമ്യം നേടി പീഡനക്കേസിൽ അറസ്റ്റ് ഒഴിവാക്കാൻ നടൻ സിദ്ദിഖിന് പോലീസ് ഒത്താശ ചെയ്യുകയായിരുന്നു. ആവശ്യത്തിലധികം തെളിവുകളുണ്ടെന്ന് അന്വേഷണ സംഘം അവകാശപ്പെട്ട കേസിലാണ് ഈ വൻ വീഴ്ച. ആദ്യ ദിവസം തന്നെ കൊച്ചിയിലെ ഹോട്ടലിൽ സിദ്ദിഖിനെ കണ്ടെത്തിയെന്നും മൊബൈൽ ലൊക്കേഷൻ കണ്ടെത്തിയെന്നുമൊക്കെ പോലീസ് പറഞ്ഞിരുന്നു. ഹോട്ടൽ വളഞ്ഞ് അറസ്റ്റ് ഉടനുണ്ടാകുമെന്നും വരെ മാധ്യമങ്ങൾക്ക് പോലീസ് വിവരം നൽകിയിരുന്നു. 48 മണിക്കൂർ സിദ്ദിഖ് അവിടെ ഉണ്ടായിരുന്നു. പിന്നീട് അവിടെ നിന്ന് കടന്നു. ദിവസങ്ങൾ കഴിഞ്ഞിട്ടും സിദ്ദിഖിനെ പിടികൂടാനായില്ല. ഇതിനിടെ സിദ്ദിഖിൻ്റെ മൊബൈൽ ഓണാവുകയും നിരന്തരം ആരോടോ സംസാരിക്കുകയും ചെയ്തിരുന്നു. എന്നിട്ടും ടവർ ലൊക്കേഷൻ മനസ്സിലാക്കാൻ പോലീസിന് കഴിഞ്ഞില്ല. രാജ്യം വിടാതിരിക്കാൻ വിമാനത്താവളങ്ങളിൽ ലുക്കൌട്ട് നോട്ടീസ് ഒട്ടിച്ചു. സമ്പന്നർമാർക്കും സ്വാധീനമുള്ളവർക്കും ഒരു നീതിയും സാധാരണക്കാർക്ക് മറ്റൊരു നീതിയുമെന്ന ആക്ഷേപം ഇതോടെ ശക്തമാവുകയാണ്. സിദ്ദിഖിനെതിരെ ജീവപര്യന്തം തടവ് കിട്ടാവുന്ന പീഡനക്കേസ് IPC 376 2 വർഷം തടവ് ശിക്ഷ, ഭീഷണിപ്പെടുത്തൽ 506 വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത്. പോലീസിൻ്റെ ഈ ഇരട്ടത്താപ്പിനെ അതിരൂക്ഷ വിമർശനമാണ് ലഭിക്കുന്നത്. പീഡനക്കേസടക്കം കടുത്ത കുറ്റങ്ങൾ ആരോപിക്കപ്പെട്ട പ്രതിയെ പിടികൂടുന്നതിൽ അന്വേഷണ സംഘത്തിന് അമാന്തമുണ്ടായോ എന്നും സംശയമുണ്ട്. സർക്കാർ ഉടമസ്ഥതയിലുള്ള തിരുവനന്തപുരത്തെ മാസ്കോട്ട് ഹോട്ടലിലേക്ക് വിളിച്ചു വരുത്തി പൂട്ടിയിട്ട് പീഡിപ്പിച്ചെന്ന യുവതിയുടെ പരാതിയിലാണ് സിദ്ദിഖിനെതിരെ കേസ്. സുപ്രീം കോടതിയെ സമീപിക്കാൻ അവസരം വേണമെന്ന സിദ്ദിഖിൻ്റെ അഭ്യർത്ഥന പോലീസ് സമ്മതിച്ചു കൊടുത്തതിലും ആക്ഷേപമുണ്ട്. മുൻകൂർ ജാമ്യ ഹർജിയിൽ സുപ്രീം കോടതി വിധി പ്രതികൂലമായാൽ മാത്രം അറസ്റ്റ് മതിയെന്ന് പോലീസിന് ഉന്നതതല നിർദ്ദേശം കിട്ടിയിരുന്നു. ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവന്നതിന് പിന്നാലെയാണ് സിദ്ദിഖിനെതിരെ പരാതിക്കാരി രംഗത്തെത്തിയത്. റിപ്പോർട്ട് പുറത്തുവിടാതെ 5 വർഷം പൂഴ്ത്തിയത് മലയാള സിനിമയിലെ വമ്പന്മാർക്കടക്കം ഒത്തുതീർപ്പുണ്ടാക്കാൻ അവസരം നൽകാനാണെന്ന് അന്നേ ആരോപണമുയർന്നതാണ്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ പൂർണ്ണരൂപം പോലീസ് പരിശോധിച്ചെങ്കിലും വമ്പന്മാർക്കെതിരെ അടക്കം സ്വമേധയാ കേസെടുക്കേണ്ടെന്ന് തീരുമാനിക്കുകയായിരുന്നു. താൻ നിരപരാധിയാണെന്നാണ് സുപ്രീം കോടതിയിലെ ഹർജിയിൽ സിദ്ദിഖ് പറയുന്നത്. മുൻകൂർ ജാമ്യം നിഷേധിച്ച ഹൈക്കോടതിയുടെ നിരീക്ഷണങ്ങളെ ഹർജിയിൽ ചോദ്യം ചെയ്തിട്ടുണ്ട്. നടനെതിരെയുള്ള ആരോപണങ്ങൾ പരിശോധിക്കുമ്പോൾ പ്രഥമ ദൃഷ്ട്യാ തന്നെ കുറ്റം ചെയ്തുവെന്ന സൂചനയാണുള്ളതെന്ന് ഹൈക്കോടതി നിരീക്ഷിച്ചിരുന്നു. ഇതടക്കമുള്ള നിരീക്ഷണങ്ങളെയാണ് സിദ്ദിഖ് ഹർജിയിൽ ചോദ്യം ചെയ്യുന്നത്. താൻ നിരപരാധിയാണെന്നും ക്രിമിനൽ പശ്ചാത്തലമില്ലെന്നും ഹർജിയിൽ പറയുന്നു. തെളിവ് ശേഖരണത്തിന് അറസ്റ്റോ കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യലോ ആവശ്യമില്ലെന്നും ചൂണ്ടിക്കാട്ടുന്നു. സിനിമാ മേഖലയിലെ അമ്മ WCC സംഘടനകൾ തമ്മിലുള്ള തർക്കത്തിൻ്റെ ഫലമാണ് പീഡനക്കേസ്. താൻ ഏതെങ്കിലും തരത്തിലുള്ള ഭീഷണി മുഴക്കിയതായി തെളിവില്ല. ലൈംഗിക ശേഷി പരിശോധന വേണമെന്ന് പറഞ്ഞ് കസ്റ്റഡിയിലെടുക്കാനാകില്ല. 65 വയസ്സുള്ള മുതിർന്ന പൗരനാണ്. അന്വേഷണവുമായി സഹകരിക്കാം. സാക്ഷികളെ സ്വാധീനിക്കില്ല. തെളിവുകൾ നശിപ്പിക്കുമെന്നും ആശങ്ക വേണ്ട. ഏതു ജാമ്യ വ്യവസ്ഥയും സ്വീകാര്യമാണെന്നും സിദ്ദിഖിൻ്റെ ഹർജിയിൽ പറയുന്നു. ഇതിനാലാണ് 2 ആഴ്ചത്തേക്ക് സിദ്ദിഖിൻ്റെ അറസ്റ്റ് തടഞ്ഞ് സുപ്രീം കോടതി ഉത്തരവിട്ടത്.